കുഞ്ഞിനെയും കൊണ്ട് കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി എന്തെങ്കിലും നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് വേണം പോകാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെയാണ് ഞങ്ങൾ വളവിലെ ചായ എന്ന ഷോപ്പ് കണ്ടത്. ഞാൻ മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട്, 1-2 ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചായ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ചായയാണ്. അപ്പോൾ കുഞ്ഞിന് ഈ ഒരു ഷോപ്പിൽ എപ്പോഴെങ്കിലുമൊക്കെ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹായിച്ചു കൊടുക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഷോപ്പായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഇവളുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് കണക്കിലെടുത്തത് കേട്ടോ ഇങ്ങോട്ട് കയറാനായിട്ട്. ഞാൻ ഓൾറെഡി കയറിയിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ പുതിയ പുതിയ ഷോപ്പുകളൊക്കെ കയറി നോക്കാൻ, അവിടുത്തെ ഫുഡുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോൾ എന്താ കഴിക്കണേന്നുള്ള കാര്യത്തിൽ ആ കൺഫ്യൂഷൻ അടിച്ച് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തുന്നത് നമ്മെ കഴിച്ച് ശീലമുള്ള ഐറ്റംസിൽ തന്നെ ആയിരിക്കും. കാരണം കഴിച്ച് ശീലമില്ലാത്ത ഐറ്റംസ് മേടിക്കാനായിട്ടൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ ഇരിക്കുന്ന ചിക്കൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ ഞാൻ എന്ത് കാണിച്ചാലും പിന്നെയും കഴിക്കും. അപ്പോൾ ഈ ഒരു പച്ചയിലൊക്കെ ഇട്ടിട്ടുള്ള ചിക്കനില്ലേ, അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഈ ഒരു കോളിഫ്ലവർ, ഈ കാണിക്കുന്ന കോളിഫ്ലവറും ആണ് ഞങ്ങൾ മേടിച്ചത്. കാരണം വേറെ ഒന്നും മേടിക്കാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. കാരണം എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കാശ് പോയില്ലേ. അതിൻ്റെ പേരിൽ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന ഈ പച്ച കളറിലൊക്കെ ഉള്ള ഒരു ചിക്കൻ, ഇപ്പോൾ പ്രത്യേക തരത്തിൽ എന്നിട്ട് പയ്യോളി ചിക്കനോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. കുറച്ച് നാളികേരമൊക്കെ അങ്ങനെ ഡ്രൈ ചെയ്തിട്ട് മൊത്തം വിതറിയിട്ടിട്ടുള്ളൊരു പ്രത്യേകതരം ചിക്കൻ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുള്ളവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടൊരു മൊജിറ്റോ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗുവയുടെ കളറിൽ മൊജിറ്റോ പറഞ്ഞിട്ട് കിട്ടിയതൊരു തരം എന്താ പറയുക, എനിക്ക് തോന്നുന്നു വല്ല ഉള്ളു ചുവന്ന പേരക്കയുടെയൊക്കെ ആയിരിക്കാം. എന്തായാലും അതും പറഞ്ഞിട്ട് ബില്ല് പേ ചെയ്തങ്ങാണ്ട് നേരെ വന്ന് നമ്മൾക്ക് പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ടേബിൾ ഒഴിഞ്ഞ് കിടക്കണതായി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെയും കൂടി ഒന്ന് പോയി നോക്കി. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഇരിക്കുന്ന ഒരു വളവിലായിട്ടാട്ടോ, NH-ലാണ്, ഓൾഡ് NH ആണ്. ഇപ്പോൾ വേറെ വഴിക്കൊക്കെയാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്നാലും നല്ല തിരക്കുണ്ട്. അങ്ങനെ അത് ഞങ്ങളൊരു ടേബിൾ കണ്ടെത്തി ഇവിടെ ഇരിക്കാമെന്ന് വെച്ചപ്പോൾ നമ്മൾക്ക് ഫുഡ് കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു അപ്പുറത്തിരിക്കാമെന്ന്. അങ്ങനെ എന്നാൽ പിന്നെ അപ്പുറത്തിരിക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയത്. അങ്ങനെ ഇവിടെയായി ഞങ്ങളുടെ സീറ്റ്. ഇവിടെ പക്ഷേ വെട്ടവും വെളിച്ചൊന്നും ഉണ്ടായില്ലെങ്കിൽ കൈ കഴുകാനൊരു എളുപ്പം മാത്രം ഉണ്ടായിരുന്നു. ഇതിലേക്ക് കൈ വെച്ചപ്പോഴാണ് ഓർത്തത് അയ്യോ കൈ കഴുകിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ നേരെ പോയിട്ട് കൈ കഴുകിയിട്ടാണ് പിന്നെ വന്നിരുന്നത്. അങ്ങനെ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് ഈ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഗുവയുടെ ആ ഒരു കളർ ചേഞ്ചുള്ള മൊയ്റ്റോ. പ്ലേറ്റ് നല്ല കാലിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ സാധനം മേടിച്ചപ്പോൾ എന്താണെന്നറിയാൻ പാടില്ല, ഇത് നല്ല സെയിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഈ ചേട്ടൻ്റെ ഒരു മിഠായി മേടിച്ചിങ്ങാട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. സംഭവം മേടിച്ച ബബിൾക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിനിടയ്ക്ക് അവൾക്ക് പരിചയമുള്ള കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാരെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പുറപ്പെടാണ്. ഒരു വട്ടെങ്കിലും ഇവിടെ ഒന്ന് കയറി നോക്കി എന്തെങ്കിലും കഴിച്ചു നോക്കാൻ ആരായാലും ഒന്ന് ആഗ്രഹിച്ചു കൂട്ടാം. ഷോപ്പിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ വണ്ടി ദേ ഒരു ചേട്ടൻ നീക്കി വയ്ക്കുന്നു. അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ, എന്തായാലും ആ വണ്ടി കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാ. എനിക്കെന്താണെന്നറിയില്ല, വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും എൻ്റെ പുറകിലൊരു ബാഗെങ്കിലും ഉണ്ടായിരിക്കണം. പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എൻ്റെ പുറത്ത് ബാഗ് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ, ഒന്നും ഇല്ലാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ നേരെ ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര സമയം കൊണ്ട് തന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ കുട്ടി വീഡിയോ.